ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സമാധാനവും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ നേതൃത്വം എന്ന് പറയുന്നത് അത് മറ്റുള്ളവരെ ഭരിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല, ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. സഭയുടെ പരമാധികാരിയായ മാർപ്പാപ്പയെ വിളിക്കുന്നത് ശുശ്രൂഷികളുടെ ശുശ്രൂഷ എന്നാണ്. ഭരിക്കുക എന്നുള്ളതല്ല പ്രധാനം, ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഒരാൾ ഉയരുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അവരനെ താഴ്ത്തിക്കൊണ്ടാണ്. എന്നാൽ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം തിരുവചനം പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, എന്നിൽ ഞാനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. എന്നെ ഉയർത്തി കാണിക്കാനുള്ള മനോഭാവം മാറ്റി എന്നിൽ ക്രിസ്തു ഉയർന്നു നിൽക്കുവാൻ ഉള്ള ചിന്ത ഉയരണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാം തിരുവചനവും ഇത് തന്നെ പറയുന്നു, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഈശോയെ ഉയർത്തി കാണിക്കുവാൻ ഞാനൊന്ന് ചെറുതാകണം, അവരെന്നെ ഉയർത്തുവാൻ ഞാനൊന്ന് ചെറുതാകണം. നമ്മുടെ ശുശ്രൂഷകൾ ദൈവഹിതമായി തീരണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കും. നേതൃത്വം എന്നത് ദൈവത്തിൽ നിന്നുള്ള ദാനമായി അതിനെ സ്വീകരിക്കണം. അതിനോട് നമ്മൾ നീതി പുലർത്തണം, വിശ്വസ്തത പുലർത്തണം. എന്നെ ഏത് അവസ്ഥയിലേക്കാണോ ദൈവം ഉയർത്തിയത്, ആ അവസ്ഥയിൽ ദൈവത്തിനു മുമ്പിൽ നിരന്തരം കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുകയും വേണം. നവീകരണം ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ഉറ്റുനോക്കേണ്ടതായിട്ടുണ്ട്. വളർച്ച ഒരു പരിധിവരെ വളർച്ചയുണ്ട്. എന്നാൽ ആദ്യ കാലഘട്ടങ്ങളിൽ നവീകരണത്തിൽ വന്നവരൊക്കെ ഇപ്പോഴും നവീകരണ അവസ്ഥയിൽ ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അനുദിനം നമ്മൾ നവീകരിച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കൽ നവീകരിച്ചാൽ മാത്രം പോരാ, അനുദിനം നമ്മൾ നവീകരിക്കണം. ഞാൻ പറഞ്ഞ വചനങ്ങളൊക്കെ ആദ്യകാല ശുശ്രൂഷകർക്കും നവീകരണ ശുശ്രൂഷകളിലേക്ക് കടന്നു വന്നവർക്കുമെല്ലാം സുപരിചിതമാണ്. എന്നാൽ ആ വചനം സ്വയം ഒന്ന് ധ്യാനിക്കണം. ഞാൻ എത്രമാത്രം കുറയുന്നുണ്ട്? എന്നിൽ ക്രിസ്തുവാണോ വളരുന്നത്? പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ശുശ്രൂഷയിൽ ദൈവം പ്രസാദിക്കണം. സാധാരണ ഒരു പഴഞ്ചൊല്ല് പോലെ പറയാറുള്ള ഒരു കാര്യമാണ്, അവൻ്റെ പ്രസംഗം കേട്ട് അനേകര് സ്വർഗത്തിലെത്തി, എന്നാൽ പ്രസംഗിച്ചവനോ നരകത്തിലെത്തി. പറയുന്നവൻ നവീകരിക്കപ്പെടുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, നേതൃസ്ഥാനത്തേക്ക് വിളിക്കപ്പെടുമ്പോൾ ദൈവം പലതും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരു ക്രിസ്തുവായി, ക്രിസ്തുവിൻ്റെ മാതൃകയിലൂടെ ജീവിച്ച് അനേകർക്ക് സാക്ഷ്യം വഹിച്ച് മുന്നോട്ട് പോകുവാൻ. സ്നേഹമുള്ളവരെ, നമ്മൾ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കാൻ ദൈവത്തിന് മുമ്പിൽ വിട്ടുകൊടുക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ. ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകമായ മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.